പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. സ്റ്റാൻലി ഡിസിൽവ നൽകിയ പരാതിയിലാണ് ഏലൂർ പോലീസിന്റെ നടപടി. ഏലൂർ നഗരസഭയും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. സജീഷ് ജോയിക്ക് പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ MA ഷിജുവിനെ നിയമിച്ചു. അതിനിടെ കുഫോസ് നിയോഗിച്ച 7-അംഗ സംഘം റിപ്പോർട്ട് നൽകിയേക്കും. ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഇത് ആരുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിൽ? ഈ ഒരു കൂട്ട മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ ഉയർന്നു വന്നതാണ്. നമ്മളിത് തുടർച്ചയായി ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടി ഉണ്ടാകാൻ പോകുക? ടോം, പെരിയാറിലെ കൂട്ടക്കുരുതി ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ 2 റിപ്പോർട്ടുകൾ ഇന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടും അതിൽ ഉള്ളടക്കം കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. രണ്ടും പരസ്പര ബന്ധമില്ലാത്തതുമാണെന്ന് തുടക്കം തന്നെ പറയട്ടെ. അതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള പാതാളത്തെ ബണ്ട് അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തി. ഇത് കാലങ്ങളായി അവിടെ കെട്ടിനിന്നിരുന്ന പല മാലിന്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് പെരിയാറിലേക്ക് കുത്തിയൊലിച്ചു വരുന്നത് അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാക്കുന്നതിന് കാരണമായി. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് പറയുന്നത്. അതിൽ അവിടെ നിന്ന് വ്യവസായശാലകളെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് സംബന്ധിയായ യാതൊരുവിധ പരാമർശങ്ങളുമില്ല എന്നതാണ്. ഇതിൽ പെരിയാറിലേക്ക് ഒഴുക്കാനുള്ള രാസമാലിന്യങ്ങൾ നിയന്ത്രിതമായ രീതിയിലേക്ക് ഒഴുക്കുന്നതിന്, അത് ട്രീറ്റ് ചെയ്ത മാലിന്യങ്ങൾ ഒഴുക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ള കമ്പനികളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വിശദമായ രീതിയിലുള്ള പരിശോധനകൾ വേണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും കുഫോസിൻ്റെതായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഏറ്റവും ആദ്യം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ ജലസേചന വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു ഇടപെടൽ ആ രീതിയിൽ മുന്നറിയിപ്പില്ലാത്തത് കൊണ്ടായിരുന്നു പെട്ടെന്ന് ഷട്ടറുകൾ തുറക്കാനിടയായതും ഇവിടെ ഓക്സിജൻ്റെ ലെവൽ കുറയാനിടയായതുമെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ കുഫോസിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. പെരിയാറിൽ രാസമാലിന്യങ്ങൾ അപകടകരമായ രീതിയിൽ ഉയർന്നതായി കണ്ടെത്തിയതായാണ് കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. അമോണിയയും സൾഫൈഡും എല്ലാം തന്നെ ഇതിൽ കലർന്നിരുന്നു. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ പെരിയാറിൽ ഓക്സിജൻ ലെവൽ അതും കുറവായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് രാസമാലിന്യങ്ങൾ കലർന്നതായി പറയുന്നതും. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് കലർന്നത്, ഇതിൽ വിശദമായ പരിശോധനകൾ വേണം. എന്നാൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. പെരിയാറിൽ നിന്ന് ശേഖരിച്ച ഈ അളവ് ജലത്തിൻ്റെയും മത്സ്യങ്ങളുടെയും എല്ലാം തന്നെ പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ ഇതിൽ രാസമാലിന്യങ്ങൾ കലർന്നുവെന്ന് ഉറപ്പിച്ച് തന്നെ കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് വരുന്നു. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റേത് യാതൊരു രീതിയിലുള്ള രാസമാലിന്യങ്ങളും കലർന്നിട്ടില്ല എന്ന രീതിയിലുള്ളൊരു കണ്ടെത്തലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലുള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഇത് വിശദമായ രീതിയിലേക്ക് ചർച്ചകളിലേക്ക് വരുമെന്നത് ഉറപ്പ് തന്നെയാണ്. നിരവധി മത്സ്യ കർഷകരുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. ഇത് സംബന്ധിച്ച് ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമോ? മനസ്സിലാക്കുന്നതനുസരിച്ച് 5 കോടിക്ക് മുകളിൽ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ തന്നെ പ്രാഥമിക വിലയിരുത്തലുള്ളത്. ഈ കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ നഷ്ടമുണ്ടായ കർഷകർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ടോ? അത്തരം നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. കാരണം അതിൽ പ്രാഥമികമായ പല കാര്യങ്ങളും നടപടികളും പൂർത്തിയാക്കാനുണ്ട്. 5 മുതൽ 9 കോടി രൂപയുടെ വരെ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 150-ലധികം മത്സ്യ കർഷകർ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ മത്സ്യങ്ങൾ ഏത് പ്രായത്തിൽ എത്തതാണ്, വിൽക്കാൻ പ്രായമായാണോ, മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള വില ലഭിക്കുന്ന മത്സ്യക്കൂടുകളുണ്ടായിരുന്നു. അങ്ങനെ എത്രമാത്രം കൂടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു പരിശോധന വേണം. മാത്രവുമല്ല, ഈ മത്സ്യ കർഷകർക്ക് ഇതുവരെയും ഈ രീതിയിലൊരു ദുരന്തം കണക്കാക്കി ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നഷ്ടപരിഹാരം നൽകിയതായിട്ട് അങ്ങനെ സമീപകാലത്ത് ചിത്രങ്ങളിലില്ല. അപ്പോൾ അതിന് കൃത്യമായൊരു പ്രോട്ടോക്കോൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അവരുടെ നഷ്ടം കൃത്യമായി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അത് വരും മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അതിൽ ഉണ്ടാകും.
വളരെ പെട്ടെന്ന് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇവിടെ നടപടികളുണ്ടായിരുന്ന അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടുണ്ട്. കാരണം മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് അവിടെ ചുമതല വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് മാറ്റിയതെന്നാണ് സാങ്കേതികമായി നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ നടപടികൾ വേണമെന്ന എല്ലാ ഭാഗത്തു നിന്നും ഉറവിളികൾ ഉയർന്ന ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏലൂരിലെ ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം. കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിലെ കൂട്ട മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.